ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാനൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ അപ്പം എത്രത്തോളം സോഫ്റ്റാണ് എന്നുള്ളത് ഈ വീഡിയോ കണ്ട് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം മാത്രമേ ചേർക്കാനായിട്ട് പാടുള്ളൂ. ഇനി ഞാനിവിടെ 1.5 കപ്പ് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് വേണമെങ്കിലും പച്ചരി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായി കഴുകി 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ള പച്ചരിയാണ്. കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ എന്തായാലും കുതിർത്തിടണം. അതിനുശേഷം വെള്ളമെല്ലാം വാർത്തെടുത്തിട്ടുള്ള പച്ചരിയാണിത്. അപ്പോൾ ഇതാദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനെടുക്കുന്ന 250 ml കപ്പിൻ്റെ അളവിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിൽ തന്നെ ബാക്കി എല്ലാ സാധനങ്ങളും ഇതേ അളവിലെടുക്കാനായിട്ട് നോക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ചോറ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല വെള്ള ചോറാണെന്നുണ്ടെങ്കിൽ ഈ അപ്പത്തിന് നല്ല വെള്ള കളർ ഉണ്ടാവും. അപ്പോൾ ഈ കുത്തരിയുടെ ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചുവപ്പ് കളർ അപ്പത്തിന് വരും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നാളികേരം ചിരകിയതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈസ്റ്റ് ചേർക്കുന്ന കാരണം പഞ്ചസാര എന്തായാലും ഇട്ട് കൊടുക്കണം. ഈ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അപ്പത്തിന് അങ്ങനെ നല്ല മധുരമൊന്നും വരില്ല. നിങ്ങൾക്ക് കുറച്ച് മധുരമുള്ള ടൈപ്പാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ 3.5 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നേരത്തെ പൊങ്ങാനായിട്ട് വെച്ചിട്ടുള്ള ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളത്തിന് പകരം നാളികേരപ്പാൽ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് നാളികേരം ചിരകിയതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായി കറക്കിയെടുക്കുക. അതിനുശേഷം അരിച്ചെടുത്തിട്ടുള്ള പാലാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയോളം പാൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. മുഴുവനായിട്ടുള്ള പാൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് അരയ്ക്കാം. പക്ഷേ നാളികേരപ്പാൽ ചേർത്ത് അരയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പത്തിനുണ്ടാവുക. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കണം. കാരണം ഇത് പൊങ്ങാനായിട്ട് വെക്കുമ്പോൾ നന്നായി പൊങ്ങി പുറത്ത് പോകാൻ പാടില്ല. അപ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ബാക്കി വെച്ചിട്ടുള്ള നാളികേരപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും പൊങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ നല്ല തണുത്ത സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10-12 മണിക്കൂറൊക്കെ പിടിക്കും ഇത് നന്നായി പൊങ്ങി വരാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഓവർനൈറ്റാണ് പൊങ്ങാനായിട്ട് വയ്ക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും മാവെല്ലാം തന്നെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട് മാവ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പോ മധുരമോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ സമയത്ത് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഉപ്പും മധുരമൊക്കെ കറക്റ്റായി തന്നെ പിടിച്ചിട്ടുണ്ടാവും മാവിൽ. അപ്പോൾ ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി അപ്പച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നന്നായി ചൂടായതിന് ശേഷം മാത്രം മാവ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ഒരു 10 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഉള്ളൊക്കെ തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പുറം ഭാഗം നന്നായി മുരിഞ്ഞിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡും കൂടി മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ അപ്പവും ഒന്നുണ്ടാക്കിയെടുക്കാം. അപ്പോൾ പിന്നെ മാവ് ഒഴിക്കുമ്പോൾ വീണ്ടും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചട്ടി നന്നായി ചൂടാക്കണം. അതിനുശേഷം മാത്രം മാവ് ഒഴിക്കുക. അത് കഴിഞ്ഞ് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഈ ഒരളവിൽ സാധനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ അപ്പത്തിന് പറ്റിയ അടിപൊളി കറികൾ ഞാനും മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കാവുന്ന കറികൾ വരെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.